ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ബജ്ജിയാണ്. സാധാരണ ബജ്ജിയല്ല, ഇത് ഫിഷ് ബജ്ജിയാണ്. മീൻ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബജ്ജി ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലെ ചെന്നൈയിലും ഒക്കെ അവിടെ ഈ കടൽ സൈഡിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഇങ്ങനെ ഫിഷ് ബജ്ജി. അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിഷ് ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ ബജ്ജി ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ എന്താണ്ട് 1 കിലോ ചൂര വാങ്ങിച്ചിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കനം കുറച്ച് നീളത്തിൽ വേണം, എന്നാലേ നമ്മുടെ ആ ബജ്ജിയുടെ ഷേപ്പ് കിട്ടത്തുള്ളൂ, മാത്രമല്ല വെന്ത് വരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമേ ഒരു മസാല ഉണ്ടാക്കാം. ആ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു ബൗളിൽ മൈദ എടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത്. മൈദാമാവ് ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്. ഇനി നമുക്ക് ഇടാനുള്ളത് കോൺ പൗഡറാണ്, അതായത് ചോളപ്പൊടി. ചോളപ്പൊടി ഒരു 2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഉപ്പ്. നമ്മുടെ മീനും മസാലയ്ക്കും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ബൗളിലാക്കി എടുത്തേക്കാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 മുട്ട മതി നമുക്ക്, നമ്മൾ കുറച്ച് മീനല്ലേ എടുക്കുന്നുള്ളൂ. മുട്ട ചേർത്തിട്ട് നമുക്ക് ഇത് ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ മുട്ട എടുത്ത് ആ സ്പൂണായതുകൊണ്ടാണ് അതിനകത്തോട്ട് ഇടാത്തത്. ഇപ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്പൈസി ആയിട്ടിരിക്കും നമ്മുടെ ബജ്ജി. ശേഷം ഇത് നമ്മുടെ പെരിഞ്ജീരകമാണ്. ഏകദേശം 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോണം. ഒരല്പം വെള്ളം ചേർത്ത് ഇളക്കാം. കുറേശ്ശെ വെള്ളം കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർത്ത് ഇളക്കി എടുക്കുക. അപ്പം നല്ല ഉണക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ല കൺസിസ്റ്റൻസി ഇരിക്കണം. ഇത് മിക്സ് ചെയ്ത ഉടനെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കരുത്. നമുക്കൊരു 1 മണിക്കൂർ നേരം ഈ മാവ് വെച്ചേക്കണം. അതിന് ശേഷമേ ബജ്ജി ഉണ്ടാക്കാവൂ. നല്ല ഉണക്ക് മിക്സ് ചെയ്തെടുത്തേക്കാണ്. നമുക്കിനി ഇതിപ്പോൾ ഒരു 1 മണിക്കൂറത്തേക്ക് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് 1 മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല, അതായത് നമ്മുടെ മാവ് മുക്കി ബജ്ജി ഉണ്ടാക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിലാണ് എടുക്കുന്നത്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇല്ലല്ലോ, അപ്പോൾ ഒരു 1/2 പോർഷൻ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ നിറഞ്ഞാൽ മതി. എണ്ണ ഒന്ന് നല്ലോണം ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മാവിൽ നൈസായിട്ട് ഇങ്ങനെ മുക്കിയെടുക്കുക. ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറേശ്ശെ കോരി എടുത്താൽ മതി. ഇടയ്ക്കൊന്ന് നമ്മൾ തങ്ങളി ഒട്ടിപ്പിടിക്കാതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡായിട്ട് വെന്ത് വരട്ടെ. മീനായതുകൊണ്ട് ഇച്ചിരി നേരം ഇട്ടേക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബജ്ജി ഇതേ അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് 2 സൈഡും. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് കോരിയെടുക്കാം. ശ്രദ്ധിച്ച് കോരണം. നമുക്കിനി അടുത്ത സെറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബജ്ജി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നല്ല ടേസ്റ്റിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഉഗ്രൻ ടേസ്റ്റാണ്. ഇത് നമുക്ക് നല്ലൊരു സൈഡ് ഡിഷ് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.